നിയമങ്ങൾ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനുഷ്യ വിഭവത്തിന് നമുക്ക് എന്ത് പറയാം? പോലീസ് എന്ന് പറയാം. പോലീസുകാർ, അതേപോലെ തന്നെ കോടതിയിലുള്ള വക്കീലന്മാർ, അതേപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുക, ലഭ്യമാക്കുന്നു. നമ്മൾ റേഷൻ കടകളിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങാറില്ലേ? അതേപോലെ തന്നെ മാവേലി സ്റ്റോറുകളിൽ പോയിട്ട് ന്യായ വിലക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള മനസ്സിലായില്ലേ? ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യുക, ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കൂടി വരുന്ന ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? അപ്പോൾ നമ്മളുടെ 1-2 ചാപ്റ്ററുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ ഞാൻ എന്തിട്ടുണ്ട് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ 2 സെക്ഷനായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളുടെ 3-ാം ചാപ്റ്റർ ഏതാണ്? പൊതുഭരണം. ഓക്കെ, പൊതുഭരണം എളുപ്പം ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ അതിലേറ്റവും ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എന്താണ് പൊതുഭരണത്തിൻ്റെ ഡെഫിനിഷൻ. ഇതെന്ത് ചെയ്യാം, പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് പൊതുഭരണം എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. എന്താ പറഞ്ഞത് നോക്കുക, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യവും മനുഷ്യവിഭവവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? പൊതുഭരണം എന്ന് പറയാം. ഓക്കെ, ഈ ബൈഹാർട്ട് പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, അത് ബൈഹാർട്ട് അങ്ങ് പഠിച്ചു വെക്കുക. ഇനി അതല്ല, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. മക്കൾ, നമുക്ക് അവിടെ 3 കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അല്ലേ, നിയമങ്ങൾ, അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾ. ഓക്കെ, നയപരിപാടികൾ, അതേപോലെ തന്നെ വികസന പദ്ധതികൾ അല്ലേ, വികസന പദ്ധതികൾ. ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഭൗതിക സാഹചര്യം. ഓക്കെ അല്ലേ, സാഹചര്യം. അതേപോലെ തന്നെ രണ്ടാമത്തേത് മനുഷ്യ വിഭവശേഷി. ഓക്കെ, മനുഷ്യ വിഭവം. ഇതിനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നതിനെ നമ്മൾ എന്ത് പറയാം? പൊതുഭരണം എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനുഷ്യ വിഭവത്തിന് നമുക്ക് എന്ത് പറയാം? പോലീസ് എന്ന് പറയാം, പോലീസുകാർ. അതേപോലെ തന്നെ കോടതിയിലുള്ള വക്കീലന്മാർ, ജഡ്ജികൾ, ഇതൊക്കെ എന്താണ്? മനുഷ്യ വിഭവമാണെന്നുള്ള കാര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്? നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഭൗതിക സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനാവും. അതേപോലെ തന്നെ കോടതികളൊക്കെ എന്താണ്? ഭൗതിക സാഹചര്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾ ഒന്നാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യമാണിതെന്ന് സ്കൂളുകൾ എന്നുള്ള കാര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? ഭൗതിക സാഹചര്യം സ്കൂളുകൾ മാത്രമായിരിക്കും. സ്കൂളിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് ബോർഡ്, ചോക്ക്, ഡെസ്ക്, ബെഞ്ച്, ഇതൊക്കെ എന്താണ്? ഭൗതിക സാഹചര്യമാണ്. അതേപോലെ വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള മനുഷ്യ വിഭവത്തിന് നമുക്ക് എന്ത് പറയാം? ടീച്ചർമാരെന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് മനുഷ്യവിഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്? രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ് നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യവും മനുഷ്യവിഭവവും എന്ത് ചെയ്യുക? ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക. ഇതിനെ നമുക്ക് എന്ത് പറയാം? പൊതുഭരണം എന്ന് പറയാം അല്ലേ? ഇനി മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താ മക്കൾ അവിടെ പറഞ്ഞത് നോക്കിയേ. അതായത് ഭരണരീതിക്കനുസരിച്ചിട്ട് പൊതുഭരണത്തിലും എന്തുണ്ട്? വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടി പറ്റും. രാജഭരണകാലത്ത് രാജാവിൻ്റെ താല്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്തായിരിക്കും പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും, ജനങ്ങളുടെ താല്പര്യങ്ങളായിരിക്കും പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ പട്ടാള ഭരണമാണ് എങ്കിൽ എന്തായിരിക്കും പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? പട്ടാള മേധാവിയുടെ താല്പര്യങ്ങളായിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മാറുന്നതിന് അനുസരിച്ചിട്ട് പൊതുഭരണത്തിലും എന്തുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു താല്പര്യങ്ങൾ എന്ത് ചെയ്യും? മാറി വരും. രാജാവിൻ്റെ താല്പര്യങ്ങളായിരിക്കും രാജഭരണകാലത്ത് ഉണ്ടാവുക. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ താല്പര്യമായിരിക്കും. പട്ടാള ഭരണമാണെങ്കിൽ പട്ടാള മേധാവിയുടെ താല്പര്യങ്ങളായിരിക്കും പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി വേറെന്താ പറഞ്ഞത്? പൊതുഭരണത്തിൻ്റെ പ്രാധാന്യമാണ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. എന്തൊക്കെയാണ് ആ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞത്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? നോക്കിയ മക്കളെ, ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇതൊരു പ്രാധാന്യമാണ്. രണ്ടാമതായിട്ട് ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു. പൊതുഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്ത് തന്നെയാണ്? ജനക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ എന്ത് ചെയ്യുക?
നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുക. അതാണ് ജനക്ഷേമം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്, അല്ലേ? അതേപോലെ തന്നെ ജനകീയമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ, ഇപ്പം വെള്ളം കിട്ടാത്ത അവസ്ഥ, അല്ലെ, മാലിന്യ പ്രശ്നം, ഇങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യുക, പരിഹാരം കാണുക. ഇത് മറ്റൊരു പ്രാധാന്യമാണ്. അതേപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുക, ലഭ്യമാക്കുന്നു. നമ്മൾ റേഷൻ കടകളിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങാറില്ലേ? അതേപോലെ തന്നെ മാവേലി സ്റ്റോറുകളിൽ പോയിട്ട് ന്യായവിലക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുക, ലഭ്യമാക്കുക. ഇതൊക്കെ എന്തിൻ്റെ പ്രാധാന്യമാണ്? പൊതുഭരണത്തിൻ്റെ പ്രാധാന്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ളതാണ് എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്നുള്ളത്. അതിനു മുന്നേ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഗ്രാമസ്വരാജ്, അല്ലേ? ആരാണ് ആ ഒരു ഗ്രാമസ്വരാജ് എന്നുള്ള ആശയം കൊണ്ടുവന്നത്? ആരാണ്? അത് ഗാന്ധിജിയാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തെന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദം, അല്ലേ? എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറഞ്ഞാൽ? ഡെഫിനിഷൻ ഇതാണ്: രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. ഗവൺമെൻറ് ഓഫീസിൽ കാണുന്ന അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഓഫീസർമാരുണ്ടാവില്ലേ, അവരെയാണ് നമ്മൾ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുക. ഇപ്പം നിങ്ങളുടെ സ്കൂളിലുള്ള അധ്യാപകർ എന്താണ്? ഉദ്യോഗസ്ഥന്മാരാണ്. അവരെന്തിൻ്റെ ഭാഗമാണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഭാഗമാണ്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ആരാണ്? അത് ഉദ്യോഗസ്ഥന്മാരാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കാര്യങ്ങൾ മനസ്സിലായി. അതായത് രാജ്യത്തിൻ്റെ ഭരണകാര്യം നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് എന്ത് പറയാം? ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയാം. പോലീസുകാർ എന്താണ്? ഉദ്യോഗസ്ഥന്മാരാണ്, അല്ല? വില്ലേജ് ഓഫീസർ പോയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. വില്ലേജ് ഓഫീസർമാർ, ക്ലർക്കുമാർ, ഇവരൊക്കെ എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ സ്കൂളിലുള്ള അധ്യാപകർ, പ്യൂണ്, ക്ലർക്കുമാർ, ഇതൊക്കെ എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഭാഗമാണ്. ക്ലിയർ ആയില്ലേ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്ക്, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ. ഓക്കെ, ഒരു 5 സവിശേഷത നമുക്കിവിടെ പഠിക്കാണ്ട് മക്കളെ. അതിൽ ഒന്നാമത്തെയാണ് ശ്രേണീപരമായിട്ടുള്ള സംഘാടനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കി എന്താ പറയുന്നത്? ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയാണ് ശ്രേണീപരമായിട്ടുള്ള സംഘാടനം എന്ന് പറയുന്നത്. മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ആ പോലീസ് സ്റ്റേഷനിലെ SIക്ക് ആയിരിക്കും, അല്ലേ? SI എന്ന് പറഞ്ഞാൽ എന്താണ്? സബ് ഇൻസ്പെക്ടർ. ഈ SIയുടെ കീഴിൽ 25ഓളം വരുന്ന CPOകളുണ്ടാവും. CPO എന്ന് പറഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർമാർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റബിൾമാരുണ്ടാവും. ഇങ്ങനെയുള്ള 5 SIമാർ, ശരിക്കും ശ്രദ്ധിക്കണേ, ഇങ്ങനെയുള്ള 5 SIമാർ, സബ് ഇൻസ്പെക്ടറുടെ കീഴിലും എന്തുണ്ടാവും? 25ഓളം വരുന്ന പോലീസ് കോൺസ്റ്റബിൾമാർ ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 5 SIമാരെയും കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഒരു CI ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ. മനസ്സിലായില്ലേ? ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യുക? ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കൂടി വരുന്ന ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ശ്രേണീപരമായിട്ടുള്ള സംഘാടനം എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? അടുത്ത എന്താണ്? സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർവീസ് കയറുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു 20ാമത്തെ വയസ്സിലാണ് ഒരാൾ ഗവൺമെൻറ് സർവീസ് കയറുന്നതെങ്കിൽ അയാൾക്ക് 56 വയസ്സ് വരെ എന്തുണ്ട്? സേവന കാലാവധി ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഒരു സ്ഥിരത എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത എന്താ നോക്കളെ? യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമനം. ഏതൊരു സർവീസ് കയറുമ്പോഴും അതിന് എന്തുണ്ടാവും? നിശ്ചിതമായിട്ടുള്ള യോഗ്യത ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന്, അല്ലേ, CPO, വീണ്ടും സിവിൽ പോലീസ് ഓഫീസർ, കോൺസ്റ്റബിൾ, എന്താണ്? എത്രയാണ് അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? അത് +2 പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഒരു SIയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മക്കളെ? അത് ഡിഗ്രിയാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു IAS ഓഫീസറുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മക്കളെ? അത് വീണ്ടും ഡിഗ്രി തന്നെയാണ്. ഏതൊരു വിഷയത്തിലുമുള്ള ഡിഗ്രി പാസ്സായ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? UPSC കണ്ടക്ട് ചെയ്യുന്ന സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ IAS ഓഫീസർമാരുടെ ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും ഡിഗ്രി മാത്രമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക, അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടാവില്ലേ, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ എന്താ മക്കളെ? അറിയാം നിങ്ങൾക്ക്? അതായത് നിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയം, അല്ലേ, ആ വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കും, അല്ലേ? പ്ലസ് എന്തുകൂടി ഉണ്ടാവും? B.Ed ഉണ്ടാവും. ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ B.Ed പാസ്സായിരിക്കണം. പ്ലസ് എന്തുകൂടി വേണം? KTET എന്ന് പറയും, കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയും. KTET പാസ്സായിരിക്കണം. അതേപോലെ തന്നെ PSC കണ്ടക്ട് ചെയ്തിട്ടുള്ള HSI, അല്ലേ, ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ആ ഒരു പരീക്ഷ കൂടെ എന്ത് ചെയ്യണം? ജയിക്കണം, അല്ലേ? അപ്പോൾ അത്രയും ഈ ഡിഗ്രി, B.Ed, KTET ഇതൊക്കെയാണ് യോഗ്യതകൾ എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ? അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുക. മക്കളെ, അടുത്തതാണെന്തെന്ന് രാഷ്ട്രീയമായിട്ടുള്ള നിഷ്പക്ഷത അല്ലെ. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്തിൽ പ്രതിഫലിക്കാൻ വേണ്ടി പാടില്ല? അവരുടെ ജോലിയിൽ പ്രതിഫലിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറ്റേതോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എൻ്റെ മുമ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റുകൾ ഞാൻ നിങ്ങൾക്ക് അപ്രൂവ് ചെയ്ത് തരുന്നില്ല വിചാരിക്കുക. എന്തുകൊണ്ട്? ഞാനൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്ന ഒരാളാണ്, നിങ്ങൾ മറ്റൊരു പാർട്ടിക്കാരനാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്ത് തരുന്നില്ല. നല്ലതാണോ മോശമാണോ? അത് മോശം സംഗതിയല്ലേ? അപ്പോൾ എന്താണ്? ഒരു കാരണവശാലും രാഷ്ട്രീയം എന്തിൽ പ്രതിഫലിക്കാൻ വേണ്ടി പാടില്ല? ചെയ്യുന്ന ജോലിയിൽ പ്രതിഫലിക്കാൻ വേണ്ടി പാടില്ല. അതിനെ നമ്മൾ എന്താ പറയുക? രാഷ്ട്രീയമായിട്ടുള്ള നിഷ്പക്ഷത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? വൈദഗ്ധ്യം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്താ കൗണ്ടറിൻ്റെ മുമ്പിൽ കുറേ ആൾക്കാർ ഇങ്ങനെ നിരന്നങ്ങ് നിൽക്കുന്നത് അല്ലേ? അത് അവസാനിക്കുന്ന എവിടെയായിരിക്കും? ഒരു കൗണ്ടറിൻ്റെ മുമ്പിലായിരിക്കും അല്ലേ? അതിനുള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ടാവും ഈ ടിക്കറ്റൊക്കെ മുറിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ടിക്കറ്റ് മുറിക്കുന്ന ആൾ ആ ഒരു ജോലിയിൽ വൈദഗ്ധ്യമില്ലാത്ത ഒരാളാണ് എന്ന് വിചാരിക്കുക. എന്തായിരിക്കും സംഭവിക്കുക? കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒന്നും അറിയാത്ത ഒരാളാണ് ആ ഒരു കൗണ്ടറിനുള്ളിൽ ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു 500 രൂപ നിങ്ങൾ കൊടുത്തു, 28 രൂപയാണ് ടിക്കറ്റിന് ആയിട്ടുള്ളത്. ബാക്കി ഇത്ര പൈസ വേണമെന്നുള്ള ബോധം അയാൾക്ക് വേണ്ടേ? അപ്പോൾ വൈദഗ്ധ്യം ആവശ്യമാണ്. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപകനെ വൈദഗ്ധ്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രൊഫഷണലിസം ഇല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ്? വൈദഗ്ധ്യം ആവശ്യമാണ്. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിലിൽ വൈദഗ്ധ്യം ഉള്ളവരായിരിക്കണം. ഓക്കെ അല്ലേ മക്കളെ? ഇതെന്ത് ചെയ്യുക? നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പം 5 എണ്ണമാണ് പഠിക്കാനുള്ളത്. 1 ശ്രേണിപരമുള്ള സംഘാടനം, 2 സ്ഥിരത, 3 യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, 4 രാഷ്ട്രീയ നിഷ്പക്ഷത, 5 വൈദഗ്ധ്യം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക? ഒന്ന് പരിഗണിക്കുക.